ഇനി രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലേക്കാണ്. മീനച്ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് ആവേശം കൂടിയാകുന്നതോടെ കേരളം തിളച്ചുമറിയും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതോടെ മത്സര ചിത്രം തെളിയും. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാലുടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് മുന്നണികൾ ഒരുങ്ങുന്നത്. CPIഎമ്മിന്റെയും CPIയുടെയും സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. ഇരു പാർട്ടികളുടെയും സംസ്ഥാന സെക്രട്ടറിമാർ പ്രഖ്യാപനം നടത്തും. ഒരുക്കങ്ങൾ പൂർത്തിയാവണം. നന്നായി തന്നെ പ്രവർത്തകർ രംഗത്തുണ്ട്. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. NCPയിലും RJDയിലും ഉൾപ്പെടെ തർക്കം തുടരുന്നത് LDFന് തലവേദനയാണ്. ഘട്ടം ഘട്ടമായാകും കോൺഗ്രസ് പട്ടിക. കോൺഗ്രസ് പട്ടികയിലെ വിസ്മയങ്ങൾ ആരൊക്കെയെന്നതിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ കാത്തിരിപ്പ്. കൃത്യമായ കാഴ്ചപ്പാട് കൂടിയിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അത് തിരഞ്ഞെടുപ്പ് ഏത് ദിവസം പ്രഖ്യാപിച്ചാലും ഞങ്ങൾ സജ്ജമാണ്. MP-മാർ മത്സരിക്കുന്നതിൽ തീരുമാനമാകാത്തത് കോൺഗ്രസിലെ കല്ലുകടിയായി തുടരുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായി സീറ്റ് ധാരണയിൽ എത്താനും കഴിഞ്ഞിട്ടില്ല. A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി കാര്യത്തിൽ ധാരണയിലെത്തിയെങ്കിലും മറ്റിടങ്ങളിൽ BJPയിലും തീരുമാനമായിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഞങ്ങളുടെ പ്രതീക്ഷയല്ല, ഇത് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ന് ഈ വിവാദ രാഷ്ട്രീയമെല്ലാം വിട്ടൊരു വികസന രാഷ്ട്രീയം കൊണ്ടുവരണമെന്നാണ്. അത് വരും, ഇലക്ഷൻ നടക്കുന്ന മുമ്പ് വരും. 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ് ഉൾപ്പെടെ NDA സ്ഥാനാർത്ഥിയാകുമോ എന്നതും കൗതുകമാണ്. ആരായിരിക്കും ഇത്തവണ വിജയത്തിന്റെ പടികൾ കയറുക? LDFന്റെ മൂന്നാം തുടർഭരണമാണോ സംഭവിക്കാൻ പോകുന്നത്? അതോ 10 കൊല്ലത്തെ അധികാരനഷ്ടം പഴങ്കഥയാക്കി കോൺഗ്രസ് നയിക്കുന്ന UDF തിരിച്ചു വരുമോ? സംസ്ഥാനത്ത് അധികാരം പിടിച്ചില്ലെങ്കിലും എത്ര മണ്ഡലങ്ങളിൽ താമര വിരിയും? കാത്തിരിക്കാം നിർണായകമായ ആ വിധി ദിനത്തിന്. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.